നമ്മളുടെ ഒരു വെപ്പ്. യഥാർത്ഥത്തിൽ ആ ലോകത്തിൻ്റെ വേദനകൾ മാറാനല്ല നമ്മൾ അധ്വാനിക്കേണ്ടത്. അങ്ങനെ ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു അടയാളമാണ്, ഒരു അടയാളം. അത് നമ്മളെ തന്നെ തിരുത്താനുള്ള ഒരു സമയമാണ്. നമ്മുടെ ആത്മീയ വിശുദ്ധീകരണത്തിന് വേണ്ടി, ശാരീരിക വിശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള ഒരു സമയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ അവരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു വ്യക്തി, അവരുടെ തന്നെ ഒരു സുഹൃത്ത് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്. കഴിഞ്ഞ 1 വർഷമായി അവരത് കൊടുക്കാതെ വന്നു. ഇവർ തമ്മിൽ വലിയ കലഹമൊക്കെയായി. ഇവർ നേരെ നോക്കിയാൽ ഇവർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയുള്ളൂ. ഇവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ദൈവത്തോട് ഈ പൈസ കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വേദന മാറാൻ അല്ല പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്കൊരു വലിയ പോരായ്കയുണ്ട്. കാരണം നിങ്ങൾക്ക് അവരോട് വെറുപ്പ്, നിങ്ങളുടെ ഉള്ളിൽ അവരോട് വെറുപ്പ്, പിന്നെ നിങ്ങളുടെ സംസാര രീതിയും ശരിയല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കണം. ഈശോ പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കുക. അതായത് നമ്മളെ ഇപ്പോൾ വഞ്ചിച്ചു എന്ന് തന്നെ പറയാം. അവർ പൈസ തരാതിരിക്കുന്ന അവസ്ഥയിൽ അവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞതാണ് ഈശോ പറയുന്ന അധ്വാനം. അതായത് ന്യായം നമ്മുടെ വശത്താണെങ്കിലും നമ്മൾ അവരോട് ക്ഷമിക്കുന്നു. അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക, അതൊരു ഭാരം വഹിക്കൽ തന്നെയാണ്. എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും? പക്ഷേ ഈശോ പറഞ്ഞതാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഇത് പറഞ്ഞ് അവരോട് ക്ഷമിക്കാൻ പറഞ്ഞു, അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ വേറെ വല്ലവരും നമുക്ക് വെറുപ്പോ വൈരാഗ്യമുണ്ട്, അവരോടും ക്ഷമിക്കുക, അവരെയും സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. വളരെ വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. 2 ദിവസം ഇവർ പ്രാർത്ഥിച്ചുള്ളൂ. 2 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പൈസ മുഴുവൻ അവർക്ക് ലഭിച്ചു. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇവർക്ക് കിട്ടാനുള്ള, ന്യായമായി കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി അവർ മറ്റവരോട് അവർ മോശമായിട്ട് വർത്താനം പറയുന്നു, ഒപ്പം പ്രാർത്ഥിക്കുന്നു. എന്നാൽ തങ്ങൾ ചെയ്ത തെറ്റിന് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതാണ് യഥാർത്ഥ അധ്വാനം. അവിടെ ആ അധ്വാനം വന്നപ്പോൾ ഈശോ ഇടപെട്ടു.